സവാള അവിടുത്തെ അന്നദാനമാണ്. ഇത് സമാപന ദിവസമാണ്. വയലൂർ മുഹമ്മദ് കുട്ടി മസ്തവർഷത്തിൻ്റെ ദിവസമായിരിക്കുന്ന അന്നദാനം വയലൂർ മസ്തവർഷ അവിടുത്തെ അന്നദാനത്തിൻ്റെ പരിപാടിയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ള മുനാത്തുകളെ, മത്തികളെ, വരൂർ മുഹമ്മദ് കുട്ടി മസ്താൻ പാടവിടുത്തെ അന്നദാനം വരികളാണ് കാണുന്നത്. വരൂർ മുഹമ്മദ് കുട്ടി മസ്താൻ പാടവിടുത്തെ അന്നദാനമാണ് കാണുന്നത്. പാടവിടുത്തെ അന്നദാനം ആണ് കാണുന്നത്. അങ്ങനെയുള്ള മുഴുവനാണ് എല്ലാവരെയും വരൂർ മുഹമ്മദ് കുട്ടി മസ്താൻ പാടവിടുത്തെ അന്നദാനത്തിനുള്ള പരിപാടിയാണ് കാണുന്നത്. എല്ലാ اللهم ارفع درجتهم في الجنة يا رب العالمين. اللهم ارفع درجاتهم في الجنة يا رب العالمين. اللهم بحقوقهم وبجاههم وسعنا وسهل أمورنا وقضي حوائجنا وأدي ديوننا واشف أمراضنا وأمراض مرضانا يا شافي الأمراض. اللهم بارك لنا في جميع أمورنا خصوصا في تعلمنا وتعليمنا وتدريسنا ووعظنا وإرشادنا ومعاملاتنا يا رب العالمين. اللهم إنا نعوذ بك من كل آفة وفتنة ومصيبة وفضيحة وقبيحة ومعصية يا رب العالمين. اللهم بارك لنا في جميع أمورنا يا رب العالمين. اللهم ربنا عليك توكلنا وإليك أنبنا وإليك المصير. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير. لا حول ولا قوة إلا بالله العلي العظيم. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم بارك لنا في رجب وشعبان وبلغنا رمضان. റഹ്മാനും റഹീമുമായ മലിക്കുൽ ജബ്ബാറായ രാജാതിരാജനായ അല്ലാഹുവേ, ഞങ്ങളെ നീ കബൂലാക്കണേ അല്ലാഹ്. ഞങ്ങളിവിടെ ചെലവഴിച്ച സമയങ്ങൾ മുഴുവനും നീ സ്വീകരിക്കണേ അല്ലാഹ്. ഈ ഉറൂസിൽ പങ്കെടുക്കാൻ ദിവസങ്ങളായി ഇവിടെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന, പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന, സഹകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകൾ, മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകളും, പല നാട്ടുകാരും, പല പ്രദേശത്തുള്ളവരും, പല ആളുകളും, മുസ്ലിമും അമുസ്ലിമുമായ മതരൂപത്തിലുള്ള പല ആളുകളും ഇവിടെയുണ്ട്. അള്ളാഹു എല്ലാം നീ കബൂലാക്കണേ അള്ളാഹ്. അള്ളാഹുവേ, ഇവിടെ അന്തി ഉറങ്ങുന്ന മഹാനായ മസ്താനയുടെ ബറക്കത്തുകൊണ്ട് ഞങ്ങളുടെ ഈ മദ്രസകൾ മുഴുവനും നീ കബൂലാക്കണേ അള്ളാഹ്. ഞങ്ങളുടെയൊക്കെ പാപങ്ങൾ പൊറുക്കണേ അള്ളാഹ്. ഹലാലായ ഉദ്ദേശങ്ങളൊക്കെ നിറവേറ്റണേ അള്ളാഹ്. വിഷമങ്ങൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, നഷ്ടപ്പാടുകൾ, കടങ്ങൾ, തിടുക്കങ്ങളൊക്കെ ഒഴിവാക്കണേ അള്ളാഹ്. ഒരുപാട് പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിവിധ സന്ദർഭങ്ങളിലായി ഇവിടെ എത്തുന്ന, ആശ്വാസത്തിന് വേണ്ടി എത്തുന്ന എത്രയോ വിശ്വാസികളും അവിശ്വാസികളുമുണ്ട്. അല്ലാഹുവേ, നീ കബൂലാക്കണേ അല്ലാഹ്. അവർക്കെല്ലാം നീ ഫലം നൽകണേ അല്ലാഹ്. ഞങ്ങളെയൊക്കെ നീ ഖൈറിൻ്റെയും സ്വലാഹിൻ്റെയും അഖിലകാരിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. അല്ലാഹുവേ, ഇവരൊക്കെ കാണിച്ചെന്ന വഴികളിലൂടെ മുന്നോട്ട് പോകാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്കും നീ നൽകണേ അല്ലാഹ്. കുടുംബജീവിതത്തിൽ ബറക്കത്ത് നൽകണേ അല്ലാഹ്. മക്കളിൽ ബറക്കത്ത് നൽകണേ അല്ലാഹ്. ദാമ്പത്യത്തിൽ ബറക്കത്ത് നൽകണേ അല്ലാഹ്. വിവാഹപ്രായമെത്തിയവർക്ക് അനുയോജ്യമായ ഇണകളെ നൽകണേ അല്ലാഹ്. ആൺമക്കൾക്കും പെൺമക്കൾക്കും അനുയോജ്യമായ ഇണകളെ നീ അടുപ്പിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, പല ബന്ധങ്ങളും പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലുമാണ്. ഖൈറായ തീരുമാനം നീ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, മക്കളില്ലാതെ വിഷമിക്കുന്ന എത്രയോ ആളുകളുടെ സ്വാലിഹീങ്ങളായ മക്കളെ നൽകണേ അല്ലാഹ്. വിവാഹം കഴിഞ്ഞ് വർഷങ്ങൾ പിന്നിട്ട് പല ചികിത്സകളുമായി മുന്നോട്ട് പോയി മക്കളില്ലാതെ വിഷമിക്കുന്നവർ ആൺമക്കളും പെൺമക്കളുമായി സന്തോഷം നൽകണേ അല്ലാഹ്. ആൺമക്കളില്ലാത്തവർക്ക്
ആൺമക്കളെ നൽകണേ അല്ലാ. പെൺമക്കളില്ലാത്തവർക്ക് പെൺമക്കളെ നൽകണേ അല്ലാ. ഉള്ള മക്കളുടെ കാര്യത്തിൽ വിഷമിക്കുന്ന രക്ഷിതാക്കളുണ്ട്. ഞങ്ങളുടെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ, സ്വാലിഹാത്തുകളാക്കണേ അല്ലാ. പല വേണ്ടാവൃത്തികളിൽ അകപ്പെട്ടു പോയ മക്കളുണ്ട്, നീ രക്ഷപ്പെടുത്തണേ അല്ലാ. സ്വന്തം മക്കളുടെ കാര്യത്തിൽ വിഷമിക്കുന്ന എത്രയോ രക്ഷിതാക്കളുണ്ട്, നീ രക്ഷപ്പെടുത്തണേ അല്ലാ. മയക്കുമരുന്നിന് അടിമപ്പെട്ട മക്കളുണ്ട്, നീ സലാമത്തിലാക്കണേ അല്ലാ. പ്രേമക്കേസുകൾ കുടുങ്ങിയ മക്കളുണ്ട്, രക്ഷപ്പെടുത്തണേ അല്ലാ. അത് കാരണമായി വനത്തിൽ നിന്ന് പോലും വ്യതിചലിച്ച് ഹിദായത്ത് നഷ്ടപ്പെട്ടവരുണ്ട്, നീ സലാമത്തിലാക്കണേ അല്ലാ. അല്ലാഹുവേ, ഈമാനും തഖ്വയും ഇഖ്ലാസും ഞങ്ങൾക്ക് നീ വർദ്ധിപ്പിക്കണേ അല്ലാ. എൻ്റെ മുത്തഖീങ്ങളിൽ സ്വാലിഹീങ്ങളിൽ സാദിഖുകളായ പാപികളായ ഞങ്ങളൊക്കെ നീ ഉൾപ്പെടുത്തണേ അല്ലാ. ഒരുപാട് നീളുന്ന നൂറ് പ്രശ്നങ്ങളുണ്ട്. എല്ലാ പ്രശ്നങ്ങൾക്കും നീ പരിഹാരം നൽകണേ അല്ലാ. കടങ്ങളെ കൊണ്ട് വിഷമിക്കുന്നവരുടെ കടങ്ങൾ വിട്ടാനുള്ള ഹലാലായ മാർഗം നൽകണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിതവും ഞങ്ങളുടെ മരണവും നിൻ്റെ പൊരുത്തത്തിലാക്കണേ അല്ലാ. മറ്റുള്ളവരുടെ കൈകളിൽ പണം വിട്ടുപോയി കുടുങ്ങിയവരുടെ രക്ഷപ്പെടുത്തണേ അല്ലാ. അല്ലാഹുവേ, വീടില്ലാതെ കഷ്ടപ്പെടുന്നവരുടെ അനുയോജ്യമായ വീട് നൽകണേ അല്ലാ. ഉള്ള വീടുകളിൽ തന്നെ പ്രശ്നങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്, വിഷമങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, നാട്ടുമരണങ്ങൾ, അങ്ങനെ വല്ല ശല്യങ്ങളും ഉണ്ടെങ്കിൽ അതൊക്കെ നീ ബാത്തുലാക്കണേ അല്ലാ. ഇവിടുത്തെ അഖ്ജാറ് ബർക്കത്തുകൊണ്ട് നീ ബാത്തുലാക്കണേ അല്ലാ. അല്ലാഹുവേ, എല്ലാ അപകടങ്ങളും മുസീബത്തുകളും വിഷമങ്ങളും രക്ഷപ്പെടുത്തണേ അല്ലാ. നീ ഇഷ്ടപ്പെട്ടവരുടെ കൂട്ടത്തിൽ ഞങ്ങൾ ഉൾപ്പെടുത്തണേ അല്ലാ. ഇവിടെ അന്തിയുറങ്ങും നമസ്കാരം പാപ്പായുടെ വല്യപ്പായുടെ ബർക്കത്തുകൊണ്ട് നീ ഞങ്ങളെ കബൂലാക്കണേ അല്ലാ. ഇവിടുത്തെ ഭക്ഷണത്തിലും ഇവിടെ നൽകപ്പെടുന്ന ശില്ലിയിലും എല്ലാത്തിലും നീ ഖൈറ് നൽകണേ അല്ലാ, ശിഫ നൽകണേ അല്ലാ. ഇവിടെ പല ഉദ്ദേശങ്ങൾ വെച്ചുകൊണ്ട് പല രൂപത്തിലായി സംഭാവനകൾ നൽകിയവർ, അരി നൽകിയവർ, അങ്ങനെ പല സംഗതികളും എല്ലാം കബൂലാക്കണേ അല്ലാ. അല്ലാഹുവേ, അർഹമായ പ്രതിഫലം നൽകണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾ പഠിപ്പിക്കുന്ന ഇൽമുകളിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാ. അല്ലാഹുവേ, ഈ ഉറൂസുമായി ബന്ധപ്പെട്ട ദിവസങ്ങളോളമായി വിവിധ സേവനങ്ങളിലായി പല പ്രവർത്തനങ്ങളിലായി പല ആളുകളായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു, സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നു. എല്ലാം കബൂലാക്കണേ അല്ലാ. ജീവിതത്തിലുള്ള ഖൈറിന് വലിയ കാരണമാക്കണേ അല്ലാ. ബറക്കത്ത് നൽകണേ അല്ലാ, റാഹത്ത് നൽകണേ അല്ലാ. ഇവിടുത്തെ തിരുനോട്ടമുള്ളവരുടെ കൂട്ടത്തിൽ നീ ഉൾപ്പെടുത്തണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളൊക്കെ നീ ഇഷ്ടപ്പെട്ടവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ അല്ലാ. അല്ലാഹുവേ, നീ ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ, രൂപത്തിലുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം ഒഴിവാക്കണേ അല്ലാ. ജോലിയില്ലാതെ കഷ്ടപ്പെടുന്നവരുടെ അനുയോജ്യമായ ജോലി നൽകണേ അല്ലാ. ഉള്ള ജോലിയിൽ ഖൈറ് നൽകണേ അല്ലാ, ബറക്കത്ത് നൽകണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾ പഠിപ്പിക്കുന്ന മക്കളെ നീ നന്നാക്കണേ അല്ലാ. ദർസുകളിലായി, മദ്രസകളിലായി, കോളേജുകളിലായി, വിവിധ മേഖലകളിലായി പരിശുദ്ധമായ ദീനിൻ്റെ സേവന രംഗത്ത് ഞങ്ങൾ മുന്നോട്ട് പോകുന്നു, നീ കബൂലാക്കണേ അല്ലാ. ഞങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ ഭംഗിയായി നിർവഹിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ. മരണം വരെ ഖൈറിൻ്റെയും സ്വലാഹിൻ്റെയും അകലുകാരിൽ ഉൾപ്പെടുത്തണേ അല്ലാ. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ആശയാദർശമനുസരിച്ച് കൊണ്ട് ജീവിക്കാനും പ്രബോധനം ചെയ്യാനും അതിന് നീ ഖൈറ് നൽകണേ അല്ലാ. അതിനുള്ള മഹാഭാഗ്യം ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ. ഞങ്ങളെ സഹായിച്ചവരെ നീ സഹായിക്കണേ അല്ലാ. പഠിക്കുന്ന കാലഘട്ടത്തിലും മറ്റൊക്കെയായി പല രൂപത്തിലും ഞങ്ങളെ സഹായിച്ചവരുടെ അവരൊക്കെ നീ സഹായിക്കണേ അല്ലാ. അല്ലാഹുവേ, ഭക്ഷണം നൽകിയവരുണ്ട്, കിതാബ് നൽകിയവരുണ്ട്, പണം നൽകിയവരുണ്ട്, അങ്ങനെ പല രൂപത്തിലും പലരും മരണപ്പെട്ടു പോയി മഗ്ഫിറത്ത് നൽകണേ അല്ലാ. ജീവിച്ചിരിക്കുന്നവർക്ക് ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യവും നൽകണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളോട് ബന്ധപ്പെട്ട ഞങ്ങളുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, മശായിഖന്മാർ, മഹാന്മാർ പലരും ഞങ്ങളോട് വിട പറഞ്ഞവരുടെ ദറജകൾ ഉയർത്തണേ അല്ലാ. വിശിഷ്യ ഇവിടെ മറവട്ട് കിടക്കുന്ന ഉപ്പാക്കിയുടെ ദറജ നീ ഉയർത്തണേ അല്ലാ. അവിടുത്തെ മദത് ഞങ്ങൾക്ക് നൽകണേ അല്ലാ. ഇവിടുത്തെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് നീ ഖൈറുകൾ വർദ്ധിപ്പിക്കണേ അല്ലാ. ഞങ്ങളുടെയൊക്കെ ജീവിതം നന്നാക്കാനുള്ള കാരണമാക്കി ഈ ഒത്തുകൂടൽ നീ മാറ്റണേ അല്ലാ. അല്ലാഹുവേ, ഹബീബായ അശ്റഫുൽ ഖൽഖ് മുത്തുളി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ യഥാർത്ഥ മുഹിബ്ബീങ്ങൾ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ.
ഒരു വഖത്ത് പോലും ഖളാ ഇല്ലാതെ, ഒരു നോമ്പ് പോലും ബാക്കി വെക്കാതെ, ഒരു സകാത്ത് പോലും ശേഷിപ്പിക്കാതെ നിന്നോടുള്ള നിന്റെ പടപ്പുകളോടുള്ള എല്ലാ കടമകളും കടപ്പാടുകളും വീട്ടി മരിക്കാൻ ഹൈറാകുന്ന സമയം ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, നീ ഇഷ്ടപ്പെട്ട വഴി ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. റജബിലുള്ള ബറക്കത്ത് ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. ശഅബാനിലും ഞങ്ങൾക്ക് ബറക്കത്ത് നൽകണേ അല്ലാഹ്. പുണ്യ റമളാനിനെ സ്വാഗതം ചെയ്യാനും വരവേൽക്കാനുള്ള ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യവും ഈമാനും തഖ്വയും ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. നീ ഇഷ്ടപ്പെട്ട മുത്തഖീങ്ങൾ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. തെറ്റുകുറ്റങ്ങളിൽ നിന്ന് വിട്ടുകൊണ്ടുള്ള ജീവിതം ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. സഹോദരിമാർ, സഹോദരങ്ങൾ പല രൂപത്തിലും പല പ്രദേശങ്ങളിലായി പല നാടുകളിൽ നിന്നായി കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് പണം ചെലവഴിച്ച് ദീർഘദൂരങ്ങളിലൊക്കെ എത്തിയവരുണ്ട്. അല്ലാഹുവേ, ഭക്ഷണം വാങ്ങിക്കൊണ്ടിരിക്കുന്നു, കൊണ്ടുപോയി എല്ലാത്തിലും നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്. ഇതിനു വേണ്ടി ഇവിടെ ഒരുമിച്ച് കൂടി ആരൊക്കെയുണ്ടോ എന്തൊക്കെയുണ്ടോ അവിടെയൊക്കെ ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കണേ അല്ലാഹ്. വിഷമങ്ങളൊക്കെ ഒഴിവാക്കണേ അല്ലാഹ്. രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, രോഗങ്ങൾക്ക് നീ ശിഫ നൽകണേ അല്ലാഹ്. ക്യാൻസർ ഉള്ളവരുണ്ട്, രക്ഷപ്പെടുത്തണേ അല്ലാഹ്. കിഡ്നി സംബന്ധമായ അസുഖമുള്ളവരുണ്ട്, നീ സലാമത്തിലാക്കണേ അല്ലാഹ്. ഹാർട്ട് സംബന്ധമായ പ്രശ്നം, ശരീരത്തിൻ്റെ വിവിധ മേഖലകളിലായി വിവിധ രൂപങ്ങളിലായി പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, വേദനകൾ, കടച്ചിലുകൾ, അങ്ങനെ പലതും അല്ലാഹുവേ നീ സലാമത്തിലാക്കണേ അല്ലാഹ്. ഇസ്സത്തിലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഹോസ്പിറ്റലുകളിലായി വീടുകളിലായി ചികിത്സകളിൽ കഴിയുന്ന എത്രയോ രോഗികളുണ്ട്, നീ ശിഫ നൽകണേ അല്ലാഹ്. വെന്റിലേറ്ററിൽ കിടക്കുന്ന രോഗികളുണ്ട്, നീ ശിഫ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, പല ആളുകളും അപകടത്തിൽപ്പെട്ട് ബോധരഹിതരായി ഹോസ്പിറ്റലിൽ കിടക്കുന്നു, ലക്ഷക്കണക്കിന് രൂപ ചിലവഴിച്ച് ചികിത്സകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു, നീ ശിഫ നൽകണേ അല്ലാഹ്. റാഹത്ത് നൽകണേ അല്ലാഹ്. സലാമത്ത് നൽകണേ അല്ലാഹ്. സന്തോഷം നൽകണേ അല്ലാഹ്. നീ നൽകിയ നിഅമത്തുകളൊക്കെ ദായിമാക്കി തരണേ അല്ലാഹ്. അല്ലാഹുവേ, നിന്നെ നിഅമത്ത് കൊണ്ടുകൂടിയാലും നിന്നെ മറക്കാത്ത ഖൽബിൻ്റെ ഉടമകളാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ അകം നന്നാക്കണേ അല്ലാഹ്. മരിക്കുന്നതിൻ്റെ മുമ്പ് നമുക്ക് പോലും അപൂർവമായ ഹജ്ജും ഉംറയും സിയാറത്തും നിർവഹിക്കാൻ സൗഭാഗ്യമേകണേ അല്ലാഹ്. ആ മഹാഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. അല്ലാഹുവേ, നീ ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാഹ്. നീ ഞങ്ങളെ ഏറ്റെടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിലെങ്കിലും കാണാനുള്ള സൗഭാഗ്യം നൽകണേ അല്ലാഹ്. അതിന് ഉതകുന്ന രീതിയിൽ ഞങ്ങളുടെ ജീവിതത്തെ നീ മാറ്റണേ അല്ലാഹ്. അതിന് ഉതകുന്ന രീതിയിൽ ഞങ്ങളുടെ സ്വഭാവത്തെ മാറ്റണേ അല്ലാഹ്. ഞങ്ങളുടെ അകവും പുറവും നന്നാക്കണേ അല്ലാഹ്. ഖൈറ് നൽകണേ അല്ലാഹ്. റാഹത്തും സലാമത്തും തഖ്വയും ഈമാനും ഞങ്ങൾക്ക് നീ വർദ്ധിപ്പിക്കണേ അല്ലാഹ്. നമ്മളോട് ബന്ധപ്പെട്ട പലരും പല രൂപത്തിലും സ്വദേശത്തും വിദേശത്തുമായി വിവിധ രൂപത്തിലുള്ള വിഷമങ്ങളിലാണ്, പ്രയാസങ്ങളിലാണ്. ജയിലുകളിൽ കിടക്കുന്നവരടക്കമുണ്ട്, നീ സലാമത്തും മോചനവും നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, പല രൂപത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്, എണ്ണി പറഞ്ഞാൽ തീരാത്തത് എല്ലാത്തിനും നീ സമാധാനം നൽകണേ അല്ലാഹ്. ഖൈർ ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണേ അല്ലാഹ്. എല്ലാ ശർറുകളും തട്ടുമുട്ടുകളും നീ ഒഴിവാക്കണേ അല്ലാഹ്. നീ ഇഷ്ടപ്പെട്ടവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി മറ്റൊരുത്തൻ്റെ മുന്നിൽ കൈ നീട്ടി യാചിക്കേണ്ട രംഗത്തെ തൊട്ട് കാക്കണേ അല്ലാഹ്. നീ ഞങ്ങൾക്ക് സലാമത്ത് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ജീവിതം ഖൈറാകുന്ന കാലം ഇസ്സത്തോടെ, റാഹത്തോടെ, അഭിമാനത്തോടെ, സന്തോഷത്തോടെ എൻ്റെ വിലയിലായി ജീവിതം അടയാളപ്പെടുത്തി മുന്നോട്ട് പോകാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. അഹങ്കാരികളുടെ അഹങ്കാരത്തെ തൊട്ട് കാക്കണേ അല്ലാഹ്. അസൂയാലുക്കളുടെ അസൂയയെ തൊട്ട് കാക്കണേ അല്ലാഹ്. ഏതൊക്കെ രൂപത്തിലുള്ള ശത്രുതകളുണ്ടോ ആ ശത്രുതകളൊക്കെ നീ ഒഴിവാക്കണേ അല്ലാഹ്. അവർക്കൊക്കെ നീ നല്ല മനസ്സും തൻ്റെ ഇടവും നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ നാടുകളിൽ ഞങ്ങളുടെ പ്രദേശങ്ങളിലൊക്കെ നീ ഐക്യം നൽകണേ അല്ലാഹ്. ഒത്തൊരുമ നൽകണേ അല്ലാഹ്. സഹവർത്തിത്വം നൽകണേ അല്ലാഹ്. ഒറ്റക്കെട്ടായി ഒറ്റ മനസ്സോടെ ഈമാനോടെ തഖ്വയോടെ ഇവരൊക്കെ ഇവിടുത്തെ ഉപ്പാപ്പടക്കം കാണിച്ചെന്ന വഴികളിലൂടെ ആത്മീയമായ സരണികളിലൂടെ മുന്നോട്ട് പോകാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്കൊക്കെ നീ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, നാടുകളിൽ പ്രദേശങ്ങളിലൊക്കെ നീ ഐക്യവും
സാമർത്ഥ്യത്തോടെ നിലനിർത്തണേ അല്ലാഹ്. മാനുഷികമായ മൂല്യങ്ങളൊക്കെ ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് പോകുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. അല്ലാഹുവേ, ഇവിടെ മുസ്ലിമീങ്ങൾ മാത്രമല്ല, മുസ്ലിമീങ്ങളല്ലാത്തവരുമായ വിവിധ ഭാഷക്കാർ, വിവിധ ദേശക്കാർ, വിവിധ ജാതി മതഭേദമന്യേ പലരും ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നു, പല ലോകത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു. എല്ലാം സ്വീകരിക്കണേ അല്ലാഹ്. അവർക്കൊക്കെ അതിൻ്റെ ഐശ്വര്യം നൽകണേ അല്ലാഹ്, ഹിദായത്ത് നൽകണേ അല്ലാഹ്, റാഹത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങളൊക്കെ എല്ലാവരെയും ഇതിൻ്റെ ഖിദ്മത്തിലായി, ഇതിൻ്റെ രൂപത്തിലായി മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ വലിയ ബറക്കത്ത് ഞങ്ങളുടെ ജീവിതത്തിൽ നിലനിർത്തി തരണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെ ഖൈറിൻ്റെയും സ്വലാഹിൻ്റെയും അഭിരുദ്ധാനിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. രണ്ട് ലോകത്തും വിജയിക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. അവസാനം ആഖിബത്ത് നന്നാക്കണേ അല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി ഈ ലോകത്തോട് വിട പറയൽ ഖൈറാകുന്ന സമയത്ത് ഈമാനോട് ഒരുങ്ങി മരിക്കാൻ ഭാഗ്യം നൽകണേ അല്ലാഹ്. ഒരു കടവോ മറ്റു ബാധ്യതകളൊന്നും ബാക്കി വെക്കാതെ സന്തോഷത്തോടെ സ്വർഗത്തിൻ്റെ ഫോട്ടോ കണ്ട് വിട പറയാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാഹ്. മരണവേദന ലഘൂകരിക്കണേ അല്ലാഹ്. ഖബറിൻ്റെ അദാബിനെ തൊട്ട് കാക്കണേ അല്ലാഹ്. അശ്റയുടെ സിദ്ധത്തിനെ തൊട്ട് കാക്കണേ അല്ലാഹ്. വലത് കൈകൾ കിതാബ് ലഭിക്കപ്പെടുന്നവരിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. സ്വാലിഹീങ്ങളിലും സജ്ജനങ്ങളിലും ഞങ്ങളൊക്കെ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. അല്ലാഹുവേ, നീ ഇഷ്ടപ്പെട്ടവരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. അർശിൻ്റെ തണൽ ഞങ്ങൾക്കും ആഗ്രഹമുണ്ട്, നീ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, വലത് കൈയിൽ കിതാബ് ലഭിക്കപ്പെടാനും നന്മകൾ മുൻതൂക്കമാക്കപ്പെടാനും ഭാഗ്യം നൽകണേ അല്ലാഹ്. ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ യഥാർത്ഥ മുഹിബ്ബീങ്ങൾ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. അവിടുത്തെ ശഫാഅത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കയ്യിൽ നിന്ന് ഹൗദുൽ കൗസർ വാങ്ങി കുടിക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. നരകം കാണാതെ സ്വർഗത്തിലെത്താനുള്ള സൗഭാഗ്യവാന്മാരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. അല്ലാഹുവേ, ഇവിടെ കഷ്ടപ്പെട്ടാലും ആഖിറത്തിൽ ഒരു നിലക്കും ഞങ്ങളെ നീ വഷളത്തരത്തിലാക്കില്ല അല്ലാഹ്. അവസാനം ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുത്തുളി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജിവാറിലായി സ്വർഗത്തിൽ ഒരിടം ഞങ്ങൾക്കും നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ ഉറൂസുകൾ സമാപിക്കുമ്പോഴും ഇവിടുത്തെ മദദ് ഞങ്ങളുടെ ജീവിതത്തിൽ എന്നും നീ നിലനിർത്തണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ മുഴുവനും സ്വീകരിക്കണേ അല്ലാഹ്. നിന്റെ ഹിഫ്ളും കാവലുമല്ലാതെ മറ്റൊന്നിലും ഞങ്ങൾക്ക് പ്രതീക്ഷയില്ല, നീ രക്ഷ നൽകണേ അല്ലാഹ്. ربنا آتنا ما وعدتنا على رسلك ولا تخزنا يوم القيامة إنك لا تخلف الميعاد. ലോകത്തിൻ്റെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസം അനുഭവിക്കുന്ന എത്രയോ ആളുകൾ, അല്ലാഹുവേ, അവർക്കൊക്കെ നീ രക്ഷ നൽകണേ അല്ലാഹ്. ജീവിതം നിലനിർത്താൻ പോലും പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന എത്രയോ ആളുകളുടെ നീ സലാമത്ത് നൽകണേ അല്ലാഹ്, രക്ഷ നൽകണേ അല്ലാഹ്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتذتنا ولأزواجنا ولأصحابنا ولجميع أمة محمد صلى الله عليه وسلم. وقنا شر ما قضيت. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين 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 برحمتك يا أرحم الراحمين. فصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين بفضله. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم ورحمة الله وبركاته.